ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എപ്പിസോഡ് കിട്ടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്നൊരു അത്യുഗ്രൻ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ അലീന അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് അച്ഛൻ പോകുന്നത്? അല്ല, അവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരി ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട്. പിന്നെ ജോലിക്കാരിയായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അച്ഛാ. കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ഇതിനേക്കാളും നല്ലൊരു സേഫായ സ്ഥലം ഇനി കിട്ടാൻ പോകുന്നില്ല അലീന. അതുകൊണ്ടല്ലേ എന്നോട് അവിടെ പോകാനായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അച്ഛാ എന്തിനാണ് ഇപ്പോൾ വീട്ടു ജോലിക്ക് തന്നെ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണിക്കടയിലോ അങ്ങനെയൊക്കെ പോയി നിന്നാൽ പോരെ? അപ്പോൾ നമുക്ക് ജോലി ഉറപ്പാണല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇപ്പേ അവിടെ പോയാൽ മതി. അല്ല, അവരിങ്ങൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. അവരെ ഏതായാലും വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയി നിൽക്കണം. നിനക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാക്കി തരിക, അതുമാത്രമേ എനിക്കൊരു ഇതുള്ളൂ. നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ധൃതി പിടിച്ചിരിക്കുകയല്ലേ. അപ്പം നീ നല്ലൊരു സേഫായ സ്ഥലത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ പോയി നിൽക്കണമെന്നും പറയാം. അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? ഓക്കെ, ഞാനവിടെ പോയി നിന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ചായ ഗ്ലാസ്സുമായിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ കൂടപ്പറപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി, എന്താ ചേച്ചി അച്ഛൻ പറഞ്ഞത്? ചേച്ചിക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചെന്നാണോ പറഞ്ഞത്? സ്ഥലം കണ്ടുപിടിച്ചെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും അവിടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ചേച്ചി പോകും അല്ല ഇവിടെ നിന്ന്? പിന്നല്ലാതെ, ഞാൻ പോകുന്നത് കൊണ്ടാണല്ലോ അച്ഛൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് തന്നിരിക്കുന്നത്. എനിക്കെന്താ പോകണ്ടേ? അങ്ങനെ ഒരു തീരുമാനം ഞാൻ നേരത്തെ എടുത്തല്ലേ കൃഷ്ണമോളെ. അപ്പോൾ പിന്നെ എനിക്ക് പോകണ്ടേ? അത് ശരിയാണല്ലേ. അപ്പോൾ ചേച്ചി പോകുമെന്ന് ഉറപ്പായി. ഇനി എന്തു പറയാനാണല്ലേ ചേച്ചി? എന്താ നിനക്ക് സങ്കടമുണ്ടോ? പിന്നെ എനിക്ക് സങ്കടമില്ലാതിരിക്കോ? എന്താ ചേച്ചി ഇത്? ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ചേച്ചി ഒരു സുപ്രഭാതത്തിൽ പോകുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും എങ്ങനെ സങ്കടം വരാതിരിക്കും? എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് ചേച്ചി എന്നും കൃഷ്ണമ്മോളും ബബിതയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സാരമില്ല, അച്ഛനൊരു തീരുമാനം എടുത്തല്ലേ, അപ്പോൾ അതിൽ എനിക്ക് മുന്നോട്ട് പോകാനാണ് എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനും വരികയാണ്. അപ്പോൾ ബാലേന്ദ്രനും വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീന എവിടെ? അലീന വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നച്ഛ, അലീന മോള് വരുമെന്നേ, ചേച്ചിയെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരി, അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പം തന്നെ കഴിക്കാൻ എന്താണ് ഇത്ര ധൃതി എന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നച്ഛ കുളിയൊക്കെ കഴിഞ്ഞു. അലീന ചേച്ചി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്തോണ്ടോ? അപ്പോൾ അവളും തുടങ്ങിയോ മേക്കപ്പൊക്കെ? പിന്നെ അല്ലാതെ ഒടുക്കത്തെ മേക്കപ്പാണ് അച്ഛാ, ഭയങ്കര മേക്കപ്പ്. ചിലപ്പോൾ തോന്നിയാൽ പൗഡർ ഇടും, പിന്നെ കണ്ണെഴുതിയൊരു പൊട്ടോട്ടൊരു കുറിയും വരക്കും, അതാണ് മേക്കപ്പ്. ഇത് കേട്ടുമ്പോഴേക്കും പണ്ടത്തെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തുള്ള ആൾക്കാരാണല്ലോ ഒരുപാടെടുത്ത് വാരിക്കോരി മുഖത്തേക്കൊക്കെ തേക്കുന്നത്. അതിൻ്റേതായ പ്രായവും കാര്യങ്ങളൊക്കെ മുഖത്ത് മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബബിത ചോദിക്കുകയാണ്, അച്ഛാ അപ്പോൾ അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുമെന്ന് ഉറപ്പാണോ അച്ഛാ? പോകുമെന്ന് ഉറപ്പാണല്ലോ അച്ഛാ. അച്ഛൻ ഈ കറി കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കറി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് ഒത്തൊരുമ. ഈ ഒത്തൊരുമ നേരത്തെ ഉണ്ടാകാമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അത് പിന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അച്ഛാ. പിന്നെ അലീന ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് വന്നത്. അപ്പോൾ നല്ല പെൺകുട്ടികളൊക്കെ കുടുംബത്തേക്ക് കയറി വരണം, എന്നാലേ ചില കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ അല്ലേ? അപ്പം ഞങ്ങളൊന്നും നല്ല പെൺകുട്ടികളല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി ചിലവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ എടുത്ത വായിക്കും നമ്മുടെ രോഹിത്ത്, അച്ഛാ എവിടെയാ അലീന ചേച്ചിയെ കൊണ്ടുപോകുന്നത്? ഞാൻ അലീനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നല്ലോ. എന്താ അലീന നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? കുളത്തൂർ പുഴ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അതെവിടെ അച്ഛാ? അതൊരുപാട് ദൂരെയാണ്. കുറച്ച് ദൂരെയാണ്, ഒന്നും ഉറപ്പായിട്ടില്ല. സെറ്റായി കഴിയുമ്പോഴേക്കും അവർ നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തും എന്ന് പറയാം. അച്ഛാ അത് സേഫായ സ്ഥലമൊക്കെ ആണോ? പിന്നെ സേഫായ സ്ഥലത്തിലല്ലേ ഞാൻ അലീനയ്ക്ക് വേണ്ടി സ്ഥലം നോക്കുള്ളൂ. അങ്ങനെയല്ലാതെ നോക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഭവിതയാണെങ്കിൽ എന്നാലും ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിയുന്ന നേരത്ത് നമ്മളെയൊന്നും ഓർക്കാനായിട്ട് പോകുന്നില്ല. എവിടെ ചെന്നാലും അവരായിട്ട് നല്ല സെറ്റാകും, പിന്നീട് ഓർക്കാനൊന്നും പോകുന്നില്ല എന്നും പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോള് എങ്ങനെ ഓർക്കാനാ? അലീന ചേച്ചിയെ നേരത്തെ ദ്രോഹിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയോ?
ചിലവരുടെ ദ്രോഹമൊന്നും അലീന ചേച്ചി മറക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കത്തുമില്ല. അതെന്താടി? അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ വെച്ചതല്ലേടി. അപ്പോൾ അയ്യോ ഞാൻ ആർക്കൂട്ടൊന്ന് വെച്ചതല്ലേ, ഉള്ള കാര്യം പറഞ്ഞതാ. അപ്പോഴാണ് അലീന ഇറങ്ങി വരുന്നത്. എന്താ ഇവിടെ ഒരു ചർച്ചാ വിഷയം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, മോള് വന്നിരിക്കും. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറയണം, അത് ചേച്ചി ഞാൻ പറഞ്ഞേ, ബബിത ചേച്ചി എന്നോട് ചോദിച്ചേ അലീന ചേച്ചി ഇവിടുന്ന് പോയി കഴിയുന്നേരത്ത് ഞങ്ങളെല്ലാം മറക്കൂലേന്ന്. അപ്പോൾ പറഞ്ഞു, എങ്ങനെ ചേച്ചി ഓർക്കാനാണ്, ചേച്ചിയോട് നേരത്തെ അത്രയും വലിയ ദ്രോഹങ്ങളല്ലേ ചെയ്തിരിക്കുന്നത്, പിന്നെ ചേച്ചിക്ക് ഓർക്കാനായിട്ട് കഴിയോ എന്ന് ഞാൻ ചോദിച്ചു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അലീന ചേച്ചി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്നും മിണ്ടുന്നില്ല. ആഹാ, അത് ശരി, അതൊക്കെ എന്തിനാണ് ഇപ്പം കിടന്ന് പറയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭക്ഷണം തണുത്തോ, പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണമെല്ലാം വിളമ്പിങ്ങനെ കഴിക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ പറ ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം മറക്കോ ചേച്ചി? ഈ കൃഷ്ണമോള് പറഞ്ഞതുപോലെ തന്നെ ദ്രോഹങ്ങളെല്ലാം ചേച്ചി മറക്കൂലെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ കുത്തി നോവിച്ചതും മാനസികമായിട്ട് നോവിച്ചതും ഒന്നും മറക്കാനായിട്ട് പോകുന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് ഹൃദയത്തിനേറ്റ മുറിവല്ലേ, അതൊക്കെ മറക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഒരസുഖം വരുമ്പോൾ ആ രോഗിയെ തലോടുകയും അവർക്ക് മരുന്ന് പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്താൽ അതല്ലേ ഏറ്റവും മുന്തിയത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇത് കേട്ട ബാലേന്ദ്രൻ, അതാണ് അലീന, ഇങ്ങനെ വേണം പെരുമാറാനായിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഏതായാലും പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തു കഴിഞ്ഞു അല്ലേ ചേച്ചി? അത് പിന്നെ തയ്യാറെടുക്കണമല്ലോ. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് തന്നെയല്ലേ നല്ലത്. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ അലീന റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞ് അലീന ഫോൺ എടുത്തിട്ട് നമ്മുടെ മനുവിനെ വിളിക്കുക. അപ്പം മനു, ഹലോ, മനുവേട്ട അത് ഭയങ്കര തിരക്കായിപ്പോയി മനുവേട്ട. വന്ന് കയറിയപ്പോഴേ 2-3 ദിവസം വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ, വീട് മുഴുവൻ അലമ്പായി കിടക്കുമായിരുന്നു. പിന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി, ബെഡ്ഷീറ്റ് കഴുകി, തുണിയെല്ലാം കഴുകി, അടുക്കളയെല്ലാം വൃത്തിയാക്കി, ചോറും കറിയൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് മനുവേട്ടനെ വിളിക്കാനായിട്ട്. അല്ല, അപ്പോൾ അങ്കിളെത്തിയോ അവിടെ? അച്ഛനെത്തിയല്ലോ. എപ്പോഴെത്തിയേ? ഇന്നെത്തിയത്. എന്നിട്ട് എന്ത് പറഞ്ഞു? അലീനയ്ക്ക് വേണ്ടി സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോയതല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത് അങ്കിള്? ഒരു സ്ഥലം കണ്ടെത്തിയെന്നാ പറഞ്ഞത്. എവിടെ? കൊള്ളത്തൂർപ്പുഴ എന്നാ പറഞ്ഞത്. അവിടെയോ? അതെവിടെയാ? എനിക്കറിയില്ല, ഏതോ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ അവിടെ എന്നൊക്കെയാണ് പറഞ്ഞത്. ആ വീട് വലിയ വമ്പൻ വീടെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ അലീന നിന്നെ വിടാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്താ മനുവേട്ട ഇത്? അച്ഛൻ കണ്ടെത്തിയ സ്ഥലമല്ലേ, അപ്പോൾ എനിക്കായി സേഫായ സ്ഥലം തന്നെ ആയിരിക്കില്ലേ? അച്ഛനോട് എങ്ങനെയാണോ എന്ന് പറയുന്നത്? അച്ഛൻ എനിക്ക് അത്രയ്ക്കും രീതിയിലല്ലേ സ്ഥലങ്ങളെല്ലാം ഒപ്പിച്ചറിയുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല മനുവേട്ട എന്ന് പറയാം. അല്ല, അങ്കിള് വേറെ വല്ല കാര്യങ്ങളും പറഞ്ഞായിരുന്നോ? ഇല്ല മനുവേട്ട, ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ. എന്താ മനുവേട്ട? അല്ല, ഇവിടെ അങ്കിള് വല്യച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്കിള് വല്യച്ഛനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു, നീലഗിരിയിലേക്ക്. ആണോ? ഗംഗാധരൻ അങ്കിളെ കാണാൻ വേണ്ടി അച്ഛൻ പോയെന്നോ? എന്തിനു വേണ്ടി? എന്ത് കാര്യത്തിന് വേണ്ടി? അതൊന്നും അറിയില്ല, എന്തിനു വേണ്ടി ഏതിനു വേണ്ടിയെന്ന്. അങ്ങനെ പോയെന്നൊക്കെ പറഞ്ഞത്. അല്ല, മനുവേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത്? വല്യച്ഛൻ ഇവിടെ വന്നായിരുന്നു, വല്യച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരി, അപ്പോൾ ഗംഗാധരൻ അങ്കിളവിടെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് അച്ഛൻ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ പറയാതിരുന്നത്? അതൊക്കെ നീ ബാലേന്ദ്രൻ അങ്കിളോട് ചോദിക്കേ, അല്ലാണ്ട് ഇപ്പം ഞാനെന്ത് പറയാനാ? പക്ഷെ അലീന, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ മനുവേട്ട? അല്ല, അലീന എന്നിൽ നിന്ന് അകന്നു പോകുകയാണോ എന്നൊരു സംശയം. എന്തിനാ മനുവേട്ട അങ്ങനെ ഒരു സംശയം? ഞാൻ എപ്പോഴും അരികിൽ തന്നെയില്ല മനുവേട്ട, ഒരു വിശ്വാസം വേണ്ടേ? എവിടെ പോയാലും നിങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും, അല്ലാതെ ഞാൻ എവിടെ പോകാനാ മനുവേട്ട? ശരി, ആയിക്കോട്ടെ. അതേ, കൂടുതൽ ടെൻഷനൊന്നും വേണ്ടേ, പോയി സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്, കൂടുതൽ പറയണ്ട. ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കാം. അപ്പോൾ അലീനയാണെങ്കിൽ ഈ മനുവേട്ടൻ്റെ ഒരു കാര്യം എന്നെ അത്രയ്ക്ക് വിശ്വാസമല്ല മനുവേട്ടന് എന്നും പറഞ്ഞിട്ട് അങ്ങനെ മനു ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ലാപ്ടോപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്യച്ഛനും അതേപോലെ തന്നെ അച്ഛനും കൂടി വരികയാണ്. മനു, നീ തിരക്കിലാണോ? ഇല്ല ഇല്ലേച്ചാ, പറഞ്ഞോ ഇല്ലേച്ചാ എന്ന് പറഞ്ഞിട്ട്. അതേ, നീ ബാലേന്ദ്രനെ വിളിച്ചായിരുന്നോ? ബാലേന്ദ്രൻ അവിടെ എത്തിയോ? അവിടെ എത്തിയല്ലോ. എപ്പോഴെത്തിയത്? ഇന്ന്. എന്താ ഇല്ലേച്ചാ? അല്ല, എന്നിട്ട് ബാലേന്ദ്രൻ നിന്നോട് ഒന്നും സംസാരിച്ചില്ലേ? ഞാനിങ്ങനെ ബാലേന്ദ്രൻ അങ്കിളോട് ചോദിച്ചായിരുന്നു,
വല്യച്ഛനെ കാണാനായിട്ട് നീലഗിരി പോയോ, എന്നിട്ട് വല്യച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു അഡ്രസ്സ് മേടിച്ചെടുത്തോ, ആ അഡ്രസ്സിൽ അന്വേഷിച്ചാണോ ആ വീട്ടിലേക്ക് പോയതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അങ്കിൾക്ക്. അങ്കിൾ എന്നോട് ചോദിച്ചു, നിന്നോട് ആരും ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വല്യച്ഛൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനു, നീ എന്തിനാടാ അങ്ങനെ പറയാനായിട്ട് പോയത്? അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്താ പറഞ്ഞാൽ ആ പറഞ്ഞതെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ അങ്കിള് എവിടെ പോയി, എന്തിനു പോയി, ആരെ കണ്ടു എന്നൊന്നും പറഞ്ഞില്ല. അവിടെ പോയത് സ്റ്റാലിനെ കാണാൻ വേണ്ടിയാണല്ലോ. ആ അതെ. പിന്നെന്താണ് അങ്കിള് സംശയം? എടാ അതല്ലടാ, ഇതിപ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റാലിനും അതേപോലെ തന്നെ വൈജിയും കൂടി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അലീനയെ അവിടെ കൊണ്ട് നിർത്താനാണ് ഇവരുടെയൊക്കെ തീരുമാനം. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പാട്ടാകുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എനിക്കറിയില്ല വല്യച്ഛ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് ചെന്ന് കണ്ടാലോ ബാലചന്ദ്രനെ. അപ്പോഴേക്കും ഈ ശിവനാണെങ്കിൽ അങ്ങോട്ട് പോകണോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, എന്തായാലും അങ്ങോട്ട് പോകാന്നേ. വായിരിക്കണം നന്നായിട്ട് കേൾക്കും, നാണം കെട്ടുന്ന രീതിയിലായിരിക്കും സംസാരിക്കേണ്ടി വരിക. അപ്പം മനു ആണെങ്കിൽ നാണം കെട്ട പരിപാടികളെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നീ പണ്ട് മുതലേ മറുവശത്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്തായാലും മനു നീയും കൂടി കൂടെ വരണം. ഞാൻ എന്തിനാ കൂടെ വരുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാര്യമുണ്ട് മനു, നിന്നോട് ഇത്തിരി സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കുള്ളൂ ബാലേന്ദ്രൻ, നിന്നെ വലിയ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നാളെ പോകണം. ശരി, ഞാനും കൂടെ വരാം നാളെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബബിത ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബബിതേ അവിടെ നിന്നേ, ദേ ഭക്ഷണം എടുത്തില്ലേ? അയ്യോ ചേച്ചി അത് ഞാൻ മറന്നുപോയി. മറക്ക്, ദേ വണ്ടി ഓടിക്കുമ്പോഴേ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലേ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞോ. ആരാണെന്ന് പറയണം? പാലയിലെ പ്രധാനമന്ത്രിയാണെന്നോ? അങ്ങനെ തന്നെ വേണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ലെന്നേ. ശരി, സൂക്ഷിച്ച് വണ്ടി ഓടിക്കേ. അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് അലീനയുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇത് എന്താടി ഇത്? എന്താണെന്ന് അറിയില്ലേ? ഇല്ല, അറിയില്ല. എങ്കിൽ പിന്നെ അറിയണ്ട എന്ന് പറഞ്ഞ് ബബിത സ്കൂട്ടർ എടുത്ത് പോകുമ്പോഴാണ് കാറ് വരുന്നത്. ഇപ്പോൾ കാണുന്നത് മനുവേട്ടാ. എന്താ മനുവേട്ടാ, നീ എങ്ങോട്ടാണ് ബബിതേ? ഒട്ടും സമയമില്ല കേട്ടോ, നമുക്കേ വൈകുന്നേരം കാണാം, ഞാനിപ്പോൾ പോവാണേ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. ഇവർ നേരെ അലീനയുടെ മുന്നിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനുണ്ടോ അകത്ത്? അച്ഛൻ അകത്തുണ്ട്, മോളിലുണ്ടല്ലോ അങ്കിളെ. എന്താങ്കിളെ പെട്ടെന്ന് വരാനുള്ള കാരണം? ഒരു അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ ഗംഗാധരനാണെങ്കിൽ അത് പിന്നെ അലീന ഇവിടെ നിന്ന് പോവാന്നറിഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അനീന, ആ ഒരു സങ്കടത്തിലാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.